താഴെ കമന്റിൽ നമ്മളെ കേൾക്കുന്ന എത്ര പേര് ഗേ ആയി മാറുമെന്ന് തോന്നുന്നുണ്ട്? പിന്നെ ഈ ഒബ്ജക്ഷൻ വരുന്നത്, എല്ലാരും ഗേ ആയി കഴിഞ്ഞാൽ പിന്നെ എവല്യൂഷൻ മുന്നോട്ട് പോകത്തില്ല. ഈ എല്ലാരും ഇതുപോലെ ആവുമെന്ന് പറയുന്ന ആ കമന്റ് ഞാൻ കേൾക്കുമ്പോഴൊക്കെ വളരെയധികം ചിരിക്കാറുണ്ട് എന്റെ അരുണിനെ. ഈ കട്ടവന്റെ തല പൂടാന്ന് പറയുന്ന പോലെ ഇത് എല്ലാരും ഇപ്പൊ ചിലർ കുടിക്കാത്ത എന്തുകൊണ്ടാണെന്ന് അറിയോ? ഇല്ലീഗൽ ആയതുകൊണ്ടാണ്. ചിലര് ഡ്രഗ്സ് ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? അത് ഇല്ലീഗൽ ആയതുകൊണ്ട്. ഇനി നാളെ ഇത് അലൗ ചെയ്താൽ ഇവരെല്ലാം ഇത് ചെയ്യുമെന്നുള്ള രീതിയിലാണ് ഇവര് സംസാരിക്കുന്നത്. അപ്പൊ നാളെ ഹോമോസെക്ഷുവാലിറ്റി കോമൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഗേ ആയി തീരുമെന്നോ അല്ലെ ലെസ്ബിയൻ ആയി തീരുമെന്നോ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് നിയമത്തിന്റെ കുറ്റമല്ല, നിങ്ങൾ ഗേ ആണ്. നിങ്ങൾക്ക് ആണുങ്ങളോട് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പെണ്ണാണെങ്കിൽ നിങ്ങൾക്ക് പെണ്ണിനോട് താല്പര്യമുണ്ട്, ഒരുപക്ഷെ നിങ്ങൾ ട്രാൻസ്, അതിൽ തെറ്റില്ല. പക്ഷെ നിങ്ങളെ ഇതിൽ നിന്നും വിലക്കുന്ന കാര്യം ബൈബിളാണ്, നിങ്ങളെ ഇതിൽ നിന്നും വിലക്കുന്ന കാര്യം രാജ്യത്തിന്റെ നിയമമാണെങ്കിൽ നിങ്ങൾ സ്ട്രെയിറ്റ് അല്ല. അതുകൊണ്ട് ഈ മുടന്ത് ന്യായം ഇവിടെ പറയരുത്. നാളെ നമ്മൾ ഇത് അലൗ ചെയ്താൽ എല്ലാവരും ഇതായി മാറുമെന്നും സമൂഹം നശിച്ചു പോകുമെന്ന് തോന്നുന്നു. എനിക്ക് സ്ട്രെയിറ്റ് കൂട്ടുകാരുള്ളവരാ, അല്ലെ എന്നെ കേൾക്കുന്നവർ ഒരു പക്ഷെ ഞാനിപ്പോൾ അത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. കേൾക്കുന്ന പലരും സ്ട്രെയിറ്റ് ആയിരിക്കും. നിങ്ങൾ താഴെ കമന്റിലൊന്ന് എഴുതിക്കേ, നാളെ പറയുവാണ് LGBTQ ആൾക്കാർക്ക് കല്യാണം കഴിക്കാം, അവർക്ക് സാധാരണ പ്രത്യേകിച്ച് ഇതൊന്നും വേണ്ട, നമുക്ക് പ്രത്യേകിച്ച് എന്താ പറയുന്നത്, ചുമന്ന പാസ്പോർട്ടൊന്നും നിങ്ങൾ തരണ്ട, നിങ്ങൾക്കുള്ള അതേ അവകാശം നമുക്കും കൂടി തന്നു കഴിഞ്ഞാൽ താഴെ കമന്റിൽ നമ്മളെ കേൾക്കുന്ന എത്ര പേര് ഗേ ആയി മാറുമെന്ന് തോന്നുന്നുണ്ട്? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതാണ്